ഹായ് കൂട്ടുകാരെ, ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു ഉത്സവം കൂടിയ കഥയായിട്ടാണ് ട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്സവങ്ങളുടെ സീസണൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഇത് പാലക്കാട് മങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് കാളിയാവ് എന്ന് പറയുന്ന ഒരു അമ്പലത്തിലെ കാഴ്ചകളാണ് കേട്ടോ. അവിടെ നല്ല എന്താ പറയുക, ചിങ്കാരിമേളം അത് ഇതെന്നൊക്കെ പറഞ്ഞ പോലെ ഇതേപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നിങ്ങൾ ഫുൾ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഓരോ ടീമിൻ്റെ ആയിട്ടാണ് കേട്ടോ ഇത് വരിക. അപ്പോൾ ഓരോരുത്തരും വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ഇതും ഈ ആനയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആനയൊക്കെ ഉണ്ട്, ചെണ്ടമേളമുണ്ട്, കണ്ട അടിപൊളി ചെണ്ടമേള. കുട്ടികൾ എന്താ പറയുക, ചേട്ടന്മാരൊക്കെ നല്ല സൂപ്പറായിട്ട് ചെണ്ട കൂട്ടും കേട്ടോ. അപ്പോൾ അതേസമയം വേറെ വണ്ടിയിൽ ഇതുണ്ട്, ഇതുപോലെ നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നല്ല ഡാൻസൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ആളുകളിനൊക്കെ ഹരം കൊള്ളിച്ചുകൊണ്ട് ടീം പോകുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ ഒരു ടീമിൻ്റെയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ സൈഡിലാണ്. അവിടെ നല്ല ചെണ്ട കൊട്ട് പരിപാടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടീമിലുള്ള ആളുകളൊക്കെ നല്ല ഡാൻസൊക്കെ കളിച്ച് സെറ്റാണ് കേട്ടോ. അതാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും അത് കണ്ടു. അതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലുള്ള ആളുകളും വരുന്നുണ്ട് കേട്ടോ. അതുപോലുള്ള ഇങ്ങനെ വേഷങ്ങൾ കെട്ടിയിട്ടുള്ള ഈ ബൊമ്മകൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഹരമായിരുന്നു കേട്ടോ. ഇവർ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ എടുത്ത് പോകുമല്ലേ. അപ്പോൾ ഇത് വേറൊരു തരം മ്യൂസിക്കാണ്. എനിക്കിതിൻ്റെ കറക്റ്റ് എല്ലാ മ്യൂസിക്കൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ അല്ലേ, എനിക്കെല്ലാം അറിയാത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് നന്നായിട്ട് രസിക്കുക, അത്ര തന്നെ. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന, പാലക്കാട് കണ്ടുവരുന്നൊരു ഇതാണ് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെ ആയിട്ടുള്ളതും ഉണ്ടാവും കേട്ടോ. രാത്രിയാകുമ്പോൾ ഇതിന് നല്ല ലൈറ്റൊക്കെ ആവും. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇത് കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. അതിൻ്റെ ബാക്കിലുള്ളത് കണ്ടോ, പല നിറത്തിലുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിനൊരു ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി സൂപ്പറായിരിക്കും. പക്ഷെ നമ്മുടെ ഫോണിനൊന്നും അത്ര ഭംഗി കാണാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മുടെ ആനക്കുട്ടൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ മേളങ്ങൾ, വലിയ ചെണ്ട ഡ്രമ്മോ എന്തൊക്കെ അതിന് പറയാം, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കുറേ ഐറ്റംസ്. ഇത് കണ്ടോ, കുട്ടികളുടെ പൊള്ളി ഡാൻസാണ്. കുട്ടികളെ വെച്ചിട്ടാണ് അവരുടെ ടീം ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് കുട്ടികളൊന്നും പറയാനില്ല, നല്ല സെറ്റായിട്ട് എനർജി ആയിട്ട് ഒരേപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൃഷ്ണൻ നടുവിൽ നിന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഗോപികമാരൊക്കെ കളിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇതാണ് കേട്ടോ മക്കൾക്ക് ഏറെ ഇഷ്ടമായിട്ടുള്ളൊരു സംഗതി. അത് കണ്ടു കഴിഞ്ഞാൽ വേദമോളൊക്കെ അതിൻ്റെ അടുത്ത് പോകണം, തൊടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പാലക്കാടിൽ കണ്ടുവരുന്നൊരു സംഗതിയാണ് കേട്ടോ ഈ കാളിയും കുതിരയും എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം. ഇത് പക്ഷേ കണ്ട നല്ല ലൈറ്റൊക്കെ ആയിട്ടാണ് സെറ്റാക്കി വന്നിരിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ അതായത് ഇവിടെ കുറച്ച് നമ്മുടെ സിനിമാ നടന്മാരിൻ്റെയൊക്കെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ട്. രജനീകാന്ത്, അല്ലു അർജുനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ നമുക്ക് കുറച്ച് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്ര കണ്ട് ആസ്വദിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതേപോലുള്ള ആളുകൾ എല്ലാ ടീമിലും ഇതേപോലത്തെ കുറേ അതുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ എനിക്ക്. പിന്നെ ഇതുപോലെ ഓരോ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഒരുങ്ങിയിട്ട് ഓരോ ദൈവത്തിൻ്റെ ഇതുപോലെ ഇങ്ങനെ വരുന്ന കുറേ ടീംസ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റ് ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് വേറെ ടീം വന്നപ്പോൾ അങ്ങനെ കേട്ടോ കുതിരയും കാളും. പിന്നെ ഒരു ടീമിൻ്റെ ഇതുകൊണ്ട് 3 ആനകളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഉത്സവങ്ങളൊക്കെ ഇപ്പം ഞാൻ മലപ്പുറത്താണ് ഉള്ളത്. എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. ഇവിടെ വേറെ ആണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ പാലക്കാട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കി നേരത്തെ വന്നതിൻ്റെ അതേപോലെ തന്നെയാണ്. പക്ഷെ നോക്കി അവർക്ക് ലൈറ്റൊക്കെ ആയി സെറ്റായപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു തകർത്ത് ആടി അഭിനയിച്ചൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും